മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വഖഫ് ബോർഡിന്റെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ വലിയൊരു നീക്കം നടത്തിയിരിക്കുന്നു. പ്രത്യേകം ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ തീർത്തും ന്യായവും നീതിയും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഈ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടൊരു നീക്കം നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഉമീദ് പോർട്ടൽ തുറന്നിരുന്നു. ഈ ഉമീദ് പോർട്ടലില് വഖഫ് ബോർഡിനോട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. വഖഫ് ബോർഡിന്റെ സകല സ്വത്തുവകകളും അതിൽ രജിസ്റ്റർ ചെയ്യാൻ. ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വളരെ വ്യക്തമാണ്, തീർത്തും രേഖകളുള്ള സ്വത്തുവകകൾ മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉമീദ് പോർട്ടൽ അടച്ചു, വഖഫ് രജിസ്ട്രേഷൻ ആശങ്കയിൽ, പകുതിയോളം വഖഫ് സ്വത്തുക്കൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല. ഈ മാതൃഭൂമി മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളിലും ഈ പകുതിയോളം വഖഫ് സ്വത്തുവകകള് രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല, ആശങ്കയിൽ എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. ഇതിനൊക്കെ വല്ല ആശങ്കയുടെയും ആവശ്യമുണ്ടോ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 6 മാസം കൃത്യമായിട്ട് സമയം കൊടുത്തിട്ടുണ്ട്. ഈ 6 മാസം കഴിഞ്ഞു. ഈ ഡിസംബർ 6 കൂടിയാണ് 6 മാസം പൂർത്തിയാവുന്നത്. എന്നിട്ടും ഇപ്പോ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പറയുന്നു, ഇനിയും 3 മാസം കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. ഒരു ഫൈനും അടയ്ക്കാതെ തന്നെ സ്വത്തുവകകൾ, അതായത് വഖഫിന്റെ സ്വത്തുവകകൾ രജിസ്റ്റർ ചെയ്യൂ എന്ന് തന്നെയാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് വഖഫ് ബോർഡിന്റെ സ്വത്തുവകകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ സമയം കൊടുത്തിരിക്കുന്നു. അപ്പോ ഈ സമയത്ത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. കാരണം എന്താ? വഖഫ് ബോർഡിന് കൃത്യമായ സമയം കൊടുത്തത്, വഖഫ് ബോർഡിന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. 6 മാസം സമയം അനുവദിച്ചു. അതിനുശേഷം ഇപ്പോ 3 മാസം കൂടി സമയം കൊടുക്കുന്നു. എന്നിട്ട് പോലും വഖഫ് ബോർഡിന് പകുതി സ്വത്തുവകകൾ പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിലെന്താണ് റിസൾട്ട് വരാൻ പോകുന്നത്? പകുതിയിലധികം സ്വത്തുവകകൾ പിടിച്ചടക്കം ചെയ്തത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമികളൊക്കെ തന്നെ ആരാണോ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥര് അവരിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് ഈ വിഷയം ചർച്ച ചെയ്യാത്തത്? കൃത്യമായിട്ട് ഇനിയും 3 മാസം സമയം കൊടുത്തു, 6 മാസം സമയം കൊടുത്തു. ഇതൊക്കെ തന്നെ ജനങ്ങള്, ബോധമുള്ള മതഭേദമന്യേ സകല ആളുകളും ചർച്ച ചെയ്യും. അപ്പൊ തീർത്തും ന്യായവും നീതിയും കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടൂല. ഇനി ഇവരെന്താ മിണ്ടാൻ വരുന്നത്? ഇതൊക്കെ കഴിഞ്ഞ് പകുതിയിലധികം സ്വത്തുവകകൾ സർക്കാരിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്ന വാർത്ത വരും. ആ പച്ചാടി വീണ് ഇവിടെ പുകയിലുണ്ടാക്കും ഈ സകല പ്രമുഖ മാധ്യമങ്ങളും. ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയാ. ഇനി ഞാനൊരു കാര്യം അങ്ങ് എടുത്തു പറയാം. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാത്ത, വഖഫിന്റെ കയ്യിൽ രേഖയില്ലാത്ത സ്വത്തുവകകള് നമ്മുടെ സർക്കാരിലേക്ക് തന്നെ പോവണമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇത് വെറുതെ പറയുന്നില്ല. നമ്മൾ ഏതെങ്കിലും എവിടെയെങ്കിലും കവലകളിൽ ചർച്ച ചെയ്തതിനെ കുറിച്ചുമല്ല മുന്നോട്ട് വെക്കുന്നത്. ഈ അടുത്ത് മധ്യപ്രദേശ് ഹൈക്കോർട്ടിൽ നടന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പറിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കും. മധ്യപ്രദേശ് ഹൈക്കോർട്ടിൽ നടന്നിട്ടുള്ളതാണ്. മധ്യപ്രദേശ് വഖഫ് അവിടെ രംഗത്തെത്തിയിട്ട് പുരാതന സ്മാരകങ്ങള്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങള്, പുരാതന കെട്ടിടങ്ങൾക്കൊക്കെ അവകാശവാദവുമായിട്ട് മധ്യപ്രദേശിന്റെ ഹൈക്കോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഹൈക്കോടതി ജഡ്ജ് കൃത്യമായിട്ട് അവർക്കൊരു മറുപടി അങ്ങ് കൊടുത്തു. ഇനി നിങ്ങൾ നാളെ താജ്മഹലിനും അവകാശവാദവുമായിട്ട് ഈ രംഗത്തെത്തില്ലേ? താജ്മഹലും നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയില്ലേ? അതും കഴിഞ്ഞ് ഇന്ത്യ രാജ്യം മൊത്തം നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചത് ഈ അടുത്ത് മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജാ. ഇതൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഇവരുടെ കയ്യിൽ ഒരു രേഖയുമില്ലാതെ സകലതും ഇവർ നിരന്തരം വെട്ടിപ്പിടിച്ച് തന്നെയാ ഇവിടെ എത്തി നിൽക്കുന്നത്.
ഈ കാലത്തും ഇപ്പോ അവർ വലിയ രീതിയിൽ വെട്ടിപ്പിടിക്കൽ നടത്തുക. ഇതൊക്കെ എങ്ങനെയാണ് വെട്ടിപ്പിടിക്കൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഉത്തരം വളരെ ലളിത. കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് ഇവരെന്ത് പറഞ്ഞാലും, ഇവരെന്ത് അവകാശവാദം ഉന്നയിച്ചാലും ഈ വഖഫിനങ്ങ് വിട്ടുകൊടുക്കായിരുന്നോ? ഇതൊന്നും വെറുതെ പറയാണ്, ഇതൊക്കെ നടക്കുമോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ കേരളത്തിലെ മുനമ്പത്തേക്ക് വന്നാൽ മതി. നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ കിടപ്പാടം ആ സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മറിച്ച് ഇടതുപക്ഷത്തിന്റെയും അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിന്റെയും അവരെന്താ മുന്നോട്ട് വെക്കുന്നോ അതൊക്കെ തന്നെ വഖഫിന് കൊടുക്കണം, അതാണ് ന്യായം, അതാണ് നീതി എന്നല്ല പറയുന്നത്. ഇതാ നമ്മൾ പറയുന്നത്. കോൺഗ്രസ് രാജ്യം അടക്കി ഭരിച്ച സമയത്ത് വഖഫ് ബോർഡിനൊക്കെ വളരെ വലിയ രീതിയിൽ സ്വത്തുവകകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രേഖയില്ല. ഇപ്പൊ രേഖയില്ല. സർക്കാർ തുറന്നിട്ടുള്ള, സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ, ഇന്ന് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് രേഖ പോലുമില്ല. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മുനമ്പം വിഷയം എടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് സ്വന്തം കിടപ്പാടം അത് പിടിച്ചെടുക്കുന്നതിന്, സാധാരണക്കാരുടെ കിടപ്പാടം പിടിച്ചെടുക്കുക, അതും കോടികൾ ആസ്തിയുള്ള ഒരു സംവിധാനം പിടിച്ചെടുക്കുന്നതിന് ന്യായീകരിക്കാൻ സാധിക്കുമോ? ന്യായീകരിക്കാൻ സാധിക്കൂല. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അത് ന്യായീകരിച്ച് സുഡാപ്പികൾക്ക്, ജിഹാദികൾക്ക്, തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി കൈയടിക്കും. വഖഫിന് വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് കൃത്യമായിട്ട് തീർത്തും ന്യായവും നീതിയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്ക. വഖഫിനോട് പറയാം, നിങ്ങളുടെ കയ്യിലുള്ള സകല രേഖകളും ഉപയോഗിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ, ആ ഭൂമിയൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ബാക്കി വരുന്ന ഈ രേഖയില്ലാത്ത സ്വത്തുവകകൾ സർക്കാർ തന്നെ കണ്ടുകെട്ടു. ഇത് മുനമ്പംകാർക്ക് വരെ വലിയ രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു നീക്കം തന്നെയാണ്. വഖഫ് ബോർഡൊന്നും കയ്യേറിയ അനധികൃതമായിട്ട് പിടിച്ചടക്കം ചെയ്തിട്ടുള്ള സ്വത്തുവകകളിലൊന്നും വഖഫിന് ഒരു തരത്തിലും അത് ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, വഖഫ് ബോർഡൊക്കെ തന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്താത്തത് എന്ന് ചോദിക്കുന്നവർ. അവർക്ക് കൂടിയാണ് ഈ മറുപടി വരുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. തീർത്തും ന്യായവും നിയമവും ഉയർത്തിപ്പിടിച്ച് വഖഫ് ബോർഡിന് നല്ല ഒന്നാന്തരം ഒരു ചെക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏകദേശം വഖഫ് ബോർഡിന്റെ പകുതിയോളം സ്വത്തുവകകള് രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ മിക്കവാറും കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിലും എന്തിനാണ് ഒരു മതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണ്ടവന്റെ സ്വത്തുവകകളൊക്കെ കൈയടക്കി മുന്നോട്ട് പോകുന്നത്? അതൊക്കെ ഒരു ശരിയാണോ? അതൊക്കെ ഒരു നീതിയാണോ? ഇങ്ങനെ കണ്ടവന്റേതൊക്കെ ഒരു രേഖയുമില്ലാതെ പിടിച്ചടക്കം ചെയ്യുന്നത് കാണുമ്പോൾ ആ മതത്തിന് പോലും അതൊരു ബുദ്ധിമുട്ടല്ലേ? ഇതൊക്കെ ബോധമുള്ള ആ മതത്തിലുള്ള ആളുകളും ചിന്തിക്കേണ്ടതല്ലേ? ഇതൊക്കെ തന്നെ ഓരോ ആളുകളും മനസ്സിലാക്കുക. ഈ രാജ്യം ഒരു മതരാജ്യമൊന്നല്ല. ഇവിടെ മറ്റു മതങ്ങൾക്കില്ലാത്ത ഒരു അധിക അവകാശവും ഒരു അധിക ബോർഡൊന്നും ഈ പറയുന്നത് പോലെ അധിക അവകാശം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്യത്ത് മറ്റെല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന സകല ആളുകളും ഉയർത്തി പിടിക്കേണ്ടത്.